everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 50th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In previous lecture, we were discussing about preliminaries to the establishment of standard costs, and in this lecture, we are going to continue with the same topic, that is preliminaries to the establishment of standard costs. Under this head, 4 steps നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. They are establishment of cost centers, classification of accounts, types of standards and organization of standard costing. ഫിഫ്ത്ത് സ്റ്റെപ്പായ ഡെവലപ്പിംഗ് ഓർ സെറ്റിംഗ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അണ്ടർ ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് ഓവർ ഹെഡ്സ്. നമ്മൾ എലമെൻറ്റ് ഓഫ് കോസ്റ്റിൽ ഡിസ്കസ് ചെയ്തതാണ് ഓവർ ഹെഡ്സ്. ഓവർ ഹെഡ്സ് ആർ സെഗ്രിഗേറ്റഡ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ്. ഓവർ ഹെഡ്സിനെ ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്നും വേരിയബിൾ ഓവർ ഹെഡ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ആൻഡ് ഓവർ ഹെഡ് റേറ്റ് ഷുഡ് ബി ഫിക്സ്ഡ് ഫോർ ഫിക്സ്ഡ് ആസ് വെൽ ആസ് വേരിയബിൾ ഓവർ ഹെഡ്. ഓവർ ഹെഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനായ ഫിക്സ്ഡ് ഓവർ ഹെഡിനും വേരിയബിൾ ഓവർ ഹെഡിനും ഓവർ ഹെഡ് റേറ്റ് ഫിക്സ് ചെയ്യണം. ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ് റേറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ്, manufacturing, administrative and selling and distribution, so that exact place of overhead variance may be located and corrective action may be taken. Standard fixed overhead rate standard variable overhead rate function wise classification of overheads ന്റെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. Function wise classification of overheads means manufacturing wise, administrative wise, selling and distribution wise. Then ഈ ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സിൻ്റെ ബേസിസിൽ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ് റേറ്റും സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റും ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ എക്സാക്ട് പ്ലേസ് ഓഫ് ഓവർഹെഡ് വേരിയൻസസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് കറക്റ്റീവ് ആക്ഷൻ എടുക്കാനും പറ്റും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് കീപ്പിംഗ് ഇൻ വ്യൂ പാസ്റ്റ് എക്സ്പീരിയൻസ്, പ്രസൻറ്റ് കണ്ടീഷൻസ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. പാസ്റ്റ് എക്സ്പീരിയൻസ്, പ്രസൻറ്റ് കണ്ടീഷൻസ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് തുടങ്ങിയ ആസ്പെക്ട്സുകൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഫിക്സേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ്സ് ഇൻവോൾവ്സ്. സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റിൻ്റെ ഫിക്സേഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന് നോക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റ്സ്. സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നു. എസ്റ്റിമേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ reduced to a common base such as units of production, direct labor hours, machine hours, etc. അതായത് സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ്റെ എസ്റ്റിമേഷൻ ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ടു എ കോമൺ ബേസ്. എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ബേസിലേക്ക് റെഡ്യൂസ് ചെയ്തതാണ്. ആൻഡ് ഈ കോമൺ ബേസ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷനോ ഡയറക്റ്റ് ലേബർ അവേഴ്സോ മെഷീൻ അവേഴ്സോ ഒക്കെ ആകാം. Finally, determination of standard overhead rate by dividing standard overhead costs by standard level of production. Standard overhead costs determine ചെയ്തു, standard level of production estimate ചെയ്തു. Finally, standard overhead costsനെ standard level of production കൊണ്ട് ഡിവൈഡ് ചെയ്ത് standard overhead rate determine ചെയ്യുന്നു. Okay. The formula for the calculation of standard rate is, സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ കാൽക്കുലേഷൻ്റെ ഫോർമുലയാണ് നമുക്കറിയാം. സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ് റേറ്റും ഉണ്ട്. ഇതിൽ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റിൻ്റെ ഫോർമുല ആദ്യം നോക്കാം. സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ്സ് ഫോർ ദ ബഡ്ജറ്റ് പീരീഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് ഓർ ബഡ്ജറ്റഡ് അവേഴ്സ് ഫോർ ദ ബഡ്ജറ്റ് പീരീഡ്. ബഡ്ജറ്റ് പീരീഡിലെ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ്സിനെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് കൊണ്ടോ ബഡ്ജറ്റ് പീരീഡിലെ ബഡ്ജറ്റഡ് അവേഴ്സ് കൊണ്ടോ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ്. ഓക്കെ,
അടുത്തത് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ് റേറ്റിൻ്റെ ഫോർമുലയാണ്. സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ്സ് ഫോർ ദ ബഡ്ജറ്റ് പീരീഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് ഓർ ബഡ്ജറ്റഡ് അവേഴ്സ് ഫോർ ദ ബഡ്ജറ്റ് പീരീഡ്. അതായത് ബഡ്ജറ്റ് പീരീഡിലെ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ്സിനെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് കൊണ്ടോ ബഡ്ജറ്റ് പീരീഡിലെ ബഡ്ജറ്റഡ് അവേഴ്സ് കൊണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഓവർഹെഡ് റേറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് അവേഴ്സ് എന്താണെന്ന് നോക്കാം. എ സ്റ്റാൻഡേർഡ് അവർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ അവർ വിച്ച് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് ഷുഡ് ബി പെർഫോംഡ് ഇൻ 1 hour അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. സ്റ്റാൻഡേർഡ് അവർ ഇസ് ആൻ അവർ ആൻഡ് ഈ അവർ മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ 1 hourൽ പെർഫോം ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇൻ 1 hour എത്ര എമൗണ്ട് ഓഫ് വർക്കാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് മെഷർ ചെയ്യുന്ന ഒരു അവറാണ് സ്റ്റാൻഡേർഡ് അവർ. ഓക്കെ, പ്രൊഡക്ഷൻ ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ഫിസിക്കൽ യൂണിറ്റ്സ്. സാധാരണ പ്രൊഡക്ഷൻ ഫിസിക്കൽ യൂണിറ്റ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് കിലോസ്, ടൺസ്, ഗാലോൺസ്, യൂണിറ്റ്സ്, ഡസൻസ് തുടങ്ങിയ ഫിസിക്കൽ യൂണിറ്റ്സിലാണ് സാധാരണയായി പ്രൊഡക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. In the case where different types of products which are measured in different units are manufactured, it is difficult to express all the products in one common unit. അതായത് ഡിഫറെൻറ്റ് യൂണിറ്റ്സിൽ മെഷർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് ഒരു ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്കിൽ 1 കോമൺ യൂണിറ്റിൽ ആ പ്രോഡക്ട്സിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. In such a case, it is essential to have a common unit in which all the products can be measured. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സിൽ മെഷർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത് എങ്കിൽ ആ കേസിൽ പ്രോഡക്ട്സിനെ മെഷർ ചെയ്യുന്നതിന് ഒരു കോമൺ ഫാക്ടർ എസെൻഷ്യൽ ആണ്. ആൻഡ് ടൈം ഫാക്ടർ ഈസ് കോമൺ ടു ഓൾ ദി പ്രോഡക്ട്സ്. ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണെങ്കിലും ടൈം ഫാക്ടർ കോമൺ ആണ്. ദെയർഫോർ പ്രൊഡക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് അവേഴ്സ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് അവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദ ബാലൻസ് ഓഫ് ദിസ് ടോപ്പിക് വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.